ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത മാസം 14-ാം തീയതിയാണ് ISL ആരംഭിക്കുക. ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലാണ് ഏറ്റുമുട്ടുക എന്നുള്ളത് നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ISLന്റെ ഫിക്സ്ചർ നേരത്തെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇതുവരെ അത് പുറത്ത് വിട്ടിട്ടില്ല. ബ്രോഡ്കാസ്റ്റേഴ്സ് തീരുമാനമാവാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എന്നാൽ ആ ഫിക്സ്ചർ ഇപ്പോൾ ലീക്കായി കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിൽ തന്നെയാണ്. ഫെബ്രുവരി 14-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ് ഈ മത്സരം നടക്കുക. കൊൽക്കത്തയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. അന്നേ ദിവസം ഗോവയും ഇന്റർ കാശിയും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്നുണ്ട്. അത് വൈകിട്ട് 7:30 ഗോവയിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. പിന്നീട് ഫെബ്രുവരി 22-ാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ അടുത്ത മത്സരം കളിക്കുക. എതിരാളികൾ മുംബൈ സിറ്റി FC ആണ്. കോഴിക്കോട്ടെ EMS സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ആ മത്സരം അരങ്ങേറുക. രാത്രി 7:30 ആ മത്സരം നടക്കുക. അതായത് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ കളിക്കുന്നില്ല, മറിച്ച് കോഴിക്കോട്ടെ സ്റ്റേഡിയത്തിലാണ് കളിക്കുന്നത്. അതിനുശേഷം 28-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം കളിക്കുന്നുണ്ട്. എതിരാളികൾ ഇന്റർ കാശിയാണ്. അതും EMS സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നടക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം അത് കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു FCയും തമ്മിലുള്ള മത്സരമാണ്. അത് ഏപ്രിൽ 11-ാം തീയതിയാണ് അരങ്ങേറുക. അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എവേ മത്സരമാണ്. അതായത് ബംഗളൂരു FCയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ആ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുക. ഇതൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കുന്ന വിവരങ്ങൾ. ഇനി കൊൽക്കത്ത ഡെർബി അത് മെയ് 3-ാം തീയതിയാണ് നടക്കുക. രാത്രി 7:30 മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിൽ ഏറ്റുമുട്ടുക. ഇങ്ങനെയാണ് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ലീക്കായ ഫിക്സ്ചറിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ്. കൂടാതെ കൊച്ചിയിൽ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നില്ല എന്നുള്ളതും ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.